guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് പുട്ട് ഐസ്ക്രീം. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. നമുക്ക് എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു സംഭവമാണിത്. നല്ല ടേസ്റ്റിയാണ്, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള പുട്ട് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പുട്ടുകുറ്റിയാണ്. അതിൻ്റെ പുട്ടുകുറ്റി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ ഉള്ള ചില്ലും മൂടിയൊക്കെ നമ്മൾ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പുട്ട് ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീസറിൽ ഇത് വെച്ച് തണുപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ഇത് വെച്ചിട്ട് പുട്ട് ഐസ്ക്രീം തയ്യാറാക്കരുത്. ഇത് മസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നിങ്ങൾ ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ മറക്കരുത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അത് മാറ്റി വെച്ച ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് മ്യൂസ്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചധികം പുട്ട് ഐസ്ക്രീം 2 പുട്ട് ഐസ്ക്രീം ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടിലേക്കും വേണ്ട ക്വാണ്ടിറ്റിയിൽ ഞാൻ മ്യൂസ്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 325 രൂപയുടെ ഒരു പാക്കറ്റാണ് മേടിച്ചിട്ടുള്ളത്. മ്യൂസ്ലി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ടാണ്. അപ്പോൾ കാഷ്യൂ നട്ട് ഞാൻ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ റെഡിമെയ്ഡ് ആയിട്ട് റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതുകൂടി ചേർത്തിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ നട്ട്സൊക്കെ മ്യൂസ്ലിയിൽ നല്ലോണം മിക്സ് ആവുന്നത് വരെ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ട ഐസ്ക്രീംസ് നോക്കാം. അപ്പോൾ ഞാൻ 3 ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 3 ടൈപ്പ് കളർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ബട്ടർ സ്കോച്ചും അതുപോലെ തന്നെ ചോക്ലേറ്റും പിന്നെ പിസ്തയും ആണ് എടുത്തിട്ടുള്ളത്. എനിക്കിത് കഴിച്ചപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഫ്ലേവേഴ്സ് ബട്ടർ സ്കോച്ചും പിന്നെ ചോക്ലേറ്റും ആണ്. അപ്പോൾ പിസ്ത എനിക്ക് വലിയ രസമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പിസ്തയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഫ്ലേവർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിസ്തേനേക്കാളും വേറെ ഫ്ലേവേഴ്സാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ എനിക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിസ്താ ഫ്ലേവർ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടുകുറ്റി എടുക്കുക. എന്നിട്ട് അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ മ്യൂസ്ലിയുടെ മിക്സ്ചർ, മ്യൂസ്ലി നമ്മൾ നട്ട്സിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ല, ആ ഒരു മിക്സ്ചർ നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പിസ്താച്ചോ ഐസ്ക്രീമാണ്. അപ്പോൾ അത് നമ്മൾ ഒരു 2-3 സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്ത് നമ്മൾ ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം മെഷർമെൻറ്റിൽ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മ്യൂസ്ലിയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി വെക്കുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ 2 ടേബിൾ സ്പൂണ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ സ്പൂൺ എടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ ഉള്ളിൽ നമുക്ക് ഇത് സ്പേസ് ഇത് ലെവൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്പൂൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സംഭവം വെച്ചിട്ട് പിന്നെ ഇതുപോലെ അങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ എടുത്ത സ്പൂൺ വെച്ചിട്ട് എനിക്ക് നല്ലതുപോലെ തന്നെ ഇത് ലെവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചോക്ലേറ്റ് വെച്ച് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് പിന്നെയും നമ്മുടെ മ്യൂസ്ലിയുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുകളിലത്തെ ലെയറിലാണ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം എനിക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ മുകളിലെത്തിയപ്പോൾ തന്നെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മുകളിൽ വരെ നമ്മളിത് സെറ്റാക്കി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ മ്യൂസ്ലിയുടെ മിക്സർ ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 4 മണിക്കൂറോളം വെച്ച് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നല്ലോണം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മുകളിൽ വരെ ഒന്ന് കുറച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിന് മുകളിൽ വീണ്ടും മ്യൂസ്ലി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മ്യൂസ്ലി ഇതുപോലെ 2-3 ടേബിൾ സ്പൂണോളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ ഒരു 4 മണിക്കൂറോളം വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 4 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതുപോലെ അങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് മ്യൂസ്ലിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് ആക്കി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ ഞാൻ ഇനിയും വരും. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.